ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ വീണ്ടും ഞാനൊരു ടേസ്റ്റി ആൻഡ് സ്പൈസി റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൈ റൈസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇത് ബീഫിൻ്റെ ഫ്രൈ റൈസ് ആണെന്ന്. അതുപോലല്ലേ തോന്നുന്നേ? പക്ഷേ അല്ല, സോയാബീൻ കൊണ്ടുള്ളൊരു ഫ്രൈ റൈസാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഇടുന്ന റൈസുകളുടെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രമായിട്ട് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി അരി ഇവിടെ വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് കാണിക്കാൻ കാരണം ഞാൻ എഗ്ഗ് പുലാവ് ഇട്ടപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ 1-2 പേര് കമന്റ് ഇട്ടു ഇത് അറിയാത്തവരും ഉണ്ട് ചേച്ചിന്ന്. ഇത് ഞാൻ ചെയ്തത് കുറെ കൂടുതൽ വെള്ളം എടുത്ത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ലേശം ഉപ്പും ലേശം എണ്ണയും ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ചോറ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നേ. എന്നിട്ട് അരി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്, അത് കഴുകി ഇതിനകത്ത് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല എങ്കിൽ അരി അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതിയുടെ തന്നെ ചെറിയ അരിയുണ്ട്, വലിയ അരിയുണ്ട്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഇതങ്ങ് വാർക്കും. സാധാ ചോറ് പോലെ നന്നായിട്ട് വേവുന്നത് വരെ ഇതിട്ടേക്കല്ല്. ഫ്രൈ റൈസ്, പുലാവ്, ഇതിനൊക്കെ ചോറ് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു 70% ചോറ് വെന്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. ഞാൻ തീ മീഡിയത്തിലായിട്ടേക്കുന്നേ. ഒരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. ഇനി ഇങ്ങനെ ഞെക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇടയ്ക്ക് ഓരോ ചോറ് എടുത്തൊന്ന് ചവച്ച് നോക്കാമേ. അപ്പം നമുക്ക് പരുവം മനസ്സിലാവുമല്ലോ എത്രത്തോളം വെന്തെന്നും. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു 50% വെന്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടെ വേവണം. ഇപ്പൊ ഇത് പരുവത്തിന് വെന്തു. ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തടയിൽ തന്നെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ണോപ്പയുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നന്നായി പോയ ശേഷം ഊറ്റി കളഞ്ഞ ശേഷം ഒരു പാത്രത്തിൽ നിരത്തി വെച്ചാലും മതി. അപ്പോൾ ഓവറായിട്ട് കുക്കാവത്തില്ല, അതൊന്നേലൊന്നേ ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് കറക്റ്റ് പരുവത്തിന് ചോറ് കിട്ടും. കണ്ടോ, ചോറ് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെക്കും. കണ്ടോ, ഒന്നേലൊന്നേ തൊടാതെ കിടക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുത്താൽ മതി. ഇട്ട് കുഴക്കരുത്. അതല്ല ഒത്തിരി വെന്ത് പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, വെന്ത് പോകും സംശയമുണ്ടെങ്കിൽ ഈ ചൂടുകൂടി പെട്ടെന്ന് മാറാനായിട്ട് ഫാനിന്റെ കീഴിൽ വെച്ചാലും മതി. ഇനി നമുക്ക് വേണം സോയ ഫ്രൈ റൈസ് എന്ന് പറയുമ്പോൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണല്ലോ. ഇത് ഞാൻ ഈ അടുത്തിടെ ഒരു സോയ കറി ഇട്ടില്ലേ, സൂപ്പർ കറിയാണേ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൽ നമ്മൾ ചൂട് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് റെഡിയാക്കി എടുത്തത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുതിർക്കാം. അതല്ല എങ്കിൽ 1 മണിക്കൂർ സാധാ വെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെയും എടുക്കാം. അപ്പൊ ഇത് കുതിർത്ത ശേഷം നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി അത് നന്നായിട്ട് പിഴിയണം. ഒരു പതയുണ്ട്, അപ്പൊ ആ പത കളഞ്ഞു വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇത് അതുപോലെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ആണേ. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുമ്പോ സൂക്ഷിക്കണേ, ചോറ് വേവാൻ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ സോയയില് ഒക്കെ ഓർമ്മ വെക്കണേ. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ സോയ നമുക്ക് ഒത്തിരി വേണ്ട കേട്ടോ, ഒരു 100 ഗ്രാമിൽ താഴെ മതി കുതിർക്കുന്നതിന് മുമ്പ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെ 1/4 ടീസ്പൂൺ വെച്ചേ ഇടുന്നുള്ളേ. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് സോയാ സോസ് ഒഴിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ സോയാ സോസ് ഒഴിക്കുന്നവർ ശ്രദ്ധിക്കണം, സോയയ്ക്കും ഉപ്പുണ്ട്. ഇനി ഒരു ലേശം തൈര്, 1 ടീസ്പൂൺ, അത്രത്തിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇത് കൈകൊണ്ട് തന്നെ ചെയ്യണേ. അത് അത്യാവശ്യം ഇതിനകത്തൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനു വേണ്ടിയാ. പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നന്നായിട്ട് മസാല പുരട്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ അത്രയും നല്ലത്. അപ്പൊ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം എണ്ണ ഒഴിക്കാം, ഒരു 2-3 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഞാനിത് കുതിർത്ത ശേഷം സോയ മുറിച്ചിട്ടില്ല, കാരണം നമ്മൾ കറി വെക്കുന്ന കണക്കല്ല. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ചുരുങ്ങും. പക്ഷെ ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ 1-2 മുറിച്ചേക്കണേ. ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയി. ലോ മീഡിയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം, അപ്പം നന്നായിട്ട് മനസ്സിലാവുമേ. അപ്പൊ ഇത് ഇത്രയും മതി. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി
ചതച്ച് വേണമെങ്കിൽ ചതച്ചിടാം, പേസ്റ്റാക്കി വേണമെങ്കിൽ അങ്ങനെ ഇടാം, ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ കുറച്ച് ചതച്ചും കുറച്ച് അരിഞ്ഞുമാണ് ഇടുന്നത്. രണ്ടും കൂടി ഓരോ ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്. പച്ചമുളക് ഒത്തിരി വേണ്ട. അപ്പൊ ഇതൊന്ന് പച്ചമണം മാറട്ടെ. ഇനി ഇതിലേക്ക് അരമുറി സവോള, പിന്നെ സ്പ്രിംഗ് ഒണിയന്റെ ആ ഉള്ളി ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ മണമൊക്കെ കിട്ടണമെങ്കിൽ ഉള്ളിത്തണ്ട് ഇടേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ച കെട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്, കുറച്ച് ബീൻസ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇളക്കുമ്പോൾ തീ കൂട്ടി തന്നെ ഇടണം, അല്ലെങ്കിൽ വാടി പോകും നമ്മുടെ വെജിറ്റബിൾസ്. ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. ഇനി നമുക്കിതിലേക്ക് 1 ക്യാപ്സിക്കം, ലേശം ഉള്ളിത്തണ്ട്, കുറച്ച് ക്യാബേജ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടാം, കുറയ്ക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഈ ചുമന്നതിന് പകരം ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിതാ എടുത്തിരിക്കുന്നത്. സോയാ സോസ് ഒത്തിരി കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ സോയാ സോസ് ഒക്കെ ഇടുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു മണം കിട്ടുന്നത്. ലേശം നാരങ്ങ നീര്, പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഓൾറെഡി സോയാ സോസിന്റെ ചെറിയൊരു പുളിപ്പുണ്ട്. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അത് ആ സോസിന്റെ ഒക്കെ ഗുണങ്ങള് ഈ സോയക്കകത്തൊന്ന് പിടിക്കണം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ ചോറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, സോയക്കകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ സോയ സോസിനും ഉപ്പുണ്ട്. അതൊക്കെ കണക്കാക്കി ടേസ്റ്റ് നോക്കിയ ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ചോറ് നിങ്ങൾക്ക് എത്ര മസാലയുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി മുകളിൽ കുറച്ച് ഉള്ളിത്തണ്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കാം. ഇത് ഒറ്റ തവി കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടും കുഴഞ്ഞും പോകില്ല, നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അടി ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. തീ മീഡിയത്തിലിട്ട് തന്നെ ഇളക്കണം. നമ്മുടെ ആ ചോറിനകത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ആവി വരണം, കാരണം ചോറ് തണുത്തിരിക്കുമല്ലേ. നോക്കിക്കേ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ചോറ് ഒന്നേലൊന്നേ തൊടാതെ ആ പരുവത്തിന് വേവിച്ചെടുത്തുകൊണ്ട് ചോറ് ഒന്നേലൊന്നേ തൊടാതെ കിടപ്പുണ്ട്. ഇതേ നമ്മുടെ ഫ്രൈഡ് റൈസിനകത്തുനിന്ന് നന്നായിട്ട് ആവിയും വന്നു തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സോയ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.